ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കാനായി പോക്കറ്റിൽ കൈയിട്ടപ്പോൾ മനസ്സിലായി തന്റെ പേഴ്സ് കളവ് പോയിരിക്കുന്നു. തന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ബഷീർ ആ ഹോട്ടലിലെ കാഷ്യറിനോട് പറഞ്ഞു, എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു, അല്പസമയം തന്നാൽ ഞാൻ വീട്ടിൽ പോയി പൈസ എടുത്തുകൊണ്ട് തരാം. എന്നാൽ ആ കാഷ്യർ പറഞ്ഞു, നിങ്ങൾ പൈസ കൊണ്ടുതരുന്ന എന്ത് തെളിവാണുള്ളത്? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ വസ്ത്രം ഇവിടെ ഊരി വച്ചിട്ട് പോകൂ. അപ്പോൾ ബഷീറിന് ദുഃഖം തോന്നി. എന്നിട്ട് നാല് പാടും നോക്കിയിട്ട് തന്റെ ജുബ്ബ ഊരി മേശപ്പുറത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് പോകാനായി തിരിഞ്ഞപ്പോൾ ആ കാഷ്യർ വീണ്ടും പറഞ്ഞു, നിൽക്കൂ, ആ മുണ്ടും കൂടി അഴിച്ചു വെച്ചിട്ട് പോകൂ എന്ന്. ബഷീർ അതീവ ദുഃഖിതനായിട്ട് ചുറ്റും നോക്കി. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു 10 രൂപ തരുമോ? ആരെങ്കിലും എനിക്ക് വേണ്ടി 10 രൂപ തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു. പക്ഷേ ആരും ഒന്നും പറയാതെ ഭക്ഷണം കഴിക്കുകയും താൻ നഗ്നനാകുന്നത് കാണുവാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഒരു 10 രൂപയ്ക്ക് വേണ്ടി താൻ അപമാനിതനാകാൻ പോകുന്നു എന്ന ചിന്തയിൽ തന്റെ മുണ്ടഴിച്ചു കൊടുക്കാനായി ഒരുങ്ങിയപ്പോൾ എവിടെ നിന്നോ ഒരു ചെളി പുരണ്ട കൈ ബഷീറിന്റെ കയ്യിൽ പിടിച്ചിട്ട് കാഷ്യറിനോട് ഇങ്ങനെ ചോദിച്ചു, ഒരു 10 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെയാണോ ഒരു മനുഷ്യനെ അപമാനിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 രൂപ നോട്ട് കാഷ്യറിന്റെ നേരെ എറിഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യൻ ബഷീറിന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ മനുഷ്യൻ ബഷീറിനോട് ചോദിച്ചു, എന്താണ് സാറേ, ഒരുപാട് കള്ളന്മാരുള്ള സ്ഥലമല്ലേ, പണവും പേഴ്സൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നടക്കണ്ടേ? ശേഷം തന്റെ പോക്കറ്റിൽ നിന്ന് കുറെ പേഴ്സുകൾ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സാറിന്റെ പേഴ്സ് ഏതാണ്, അതെടുത്തോളൂ. എന്നാൽ ബഷീർ ഇതിൽ എൻ്റെ പേഴ്സില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. പിന്നീടൊരിക്കൽ ഈ സംഭവം പറയുമ്പോൾ, അന്ന് ആ മനുഷ്യൻ നീട്ടിയ പേഴ്സിൽ എൻ്റെ പേഴ്സ് ഉണ്ടായിട്ടും അതിൽ പണം ഉണ്ടായിട്ടും ഇതിൽ എൻ്റെ പേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കള്ളനെ പറഞ്ഞു വിട്ടു. ഒരു മനുഷ്യന്റെ മാനം പരസ്യമായി നഷ്ടപ്പെടുന്നത് തടയാൻ കഴിയുമായിരുന്നിട്ടും വെറുതെ നോക്കി നിന്ന സമൂഹത്തിൽ മാന്യനെന്ന് വിളിക്കപ്പെട്ടിരുന്ന, യോഗ്യരെന്ന് കരുതപ്പെട്ടിരുന്ന ആ ആളുകളിലാണോ, അതോ ഒരു കള്ളനായിരുന്നിട്ടും ചിലപ്പോൾ താൻ പിടിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നിട്ട് പോലും പരസ്യമായി ഒരാളുടെ മാനം നഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാനാകാതെ അയാളെ സഹായിക്കാൻ വന്ന ആ കള്ളനിലാണോ മാന്യത കുടികൊള്ളുന്നത് എന്ന് ബഷീർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒരാളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന മാന്യതയും നന്മയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ പറച്ചിലിൽ മാത്രമുള്ള ആ മാന്യതയിലും നന്മയിലും എന്തർത്ഥമാണുള്ളത്?